നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസിലെ വിനു വി ജോൺ ന്യൂസ് അവർ ചർച്ചയിൽ സുപ്രധാനമായൊരു മുന്നറിയിപ്പ് വി.ഡി. സതീശന് കൊടുത്തിരുന്നു. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയുള്ള യാത്ര തനിക്ക് വേണ്ട, തന്നെ നോക്കി ജനങ്ങൾ ചിരിക്കുന്ന സാഹചര്യം താൻ ഒഴിവാക്കും എന്ന് പറഞ്ഞപ്പോൾ നല്ലതാണ്. പക്ഷേ കൂടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദം, പ്രത്യേകിച്ച് പോലീസ് വഴിതെറ്റിക്കും, അവരാണ് പിണറായിയെ വഴിതെറ്റിച്ചത് എന്നതായിരുന്നു വിനുവിൻ്റെ മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പ് വേണ്ടത്ര ഗൗരവത്തോടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മനസ്സിലാക്കിയോ എന്ന കാര്യത്തിൽ ആശങ്ക ബാക്കിയാണ്. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ് 24 മണിക്കൂർ പിന്നിട്ടിട്ടും ചീഫ് സെക്രട്ടറിയായി ഡോക്ടർ ജയതിലക് തുടരുന്നു, ആഭ്യന്തര സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ തുടരുന്നു എന്നത് തന്നെയാണ് ഈ ആപത്തിൻ്റെ ഏറ്റവും വലിയ സൂചനയായി മാറുന്നത്. പിണറായി ഭരണത്തിൻ്റെ അവസാന കാലഘട്ടത്തിലെ എല്ലാ തിന്മകളുടെയും, മൂന്നാം പിണറായി സർക്കാരിനെ രൂപീകരിക്കാനുള്ള എല്ലാ ഗൂഢാലോചനകളുടെയും സൂത്രധാരന്മാരായിരുന്നു ഇവർ. ഇവരിൽ ഒരാൾ അഴിമതിയുടെ പേരിലും മറ്റൊരാൾ സ്ത്രീകളുടെ പരാതിയുടെ പേരിലും കുപ്രസിദ്ധരാണ്. അവരിപ്പോഴും താക്കോൽ സ്ഥാനത്തിരുന്നാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നതിനെ ഓർത്ത് വിലപിച്ചിട്ട് കാര്യമില്ല. അവരെ സസ്പെൻഡ് ചെയ്യാൻ നിയമപ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ ലീവ് എടുപ്പിച്ച് മാറ്റി നിർത്തി പകരം ആളുകൾക്ക് ചുമതല ഏൽപ്പിച്ചില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും. മാത്രമല്ല, ഇപ്പോൾ പല ബന്ധങ്ങളും പല സ്വാധീനങ്ങളും പല ശിപാർശകളുമായി പല ഉദ്യോഗസ്ഥന്മാരും കൂടെ കൂടിയിട്ടുണ്ട്. ഇവരൊക്കെ പിണറായിയുടെ ഭരണകാലത്ത് എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റി ജീവിച്ചവരാണ്. അതിനൊന്നും കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ ഒതുക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ ഗൗനിച്ചില്ലെങ്കിൽ തീർച്ചയായും ചെന്ന് വീഴുന്നത് കുഴിയിലാവും. യോഗേഷ് ഗുപ്ത എന്ന പോലീസ് ഓഫീസറോട് പിണറായിക്കുള്ള വിരോധം എന്തെന്ന് നമുക്കൊക്കെ അറിയാം. ആ യോഗേഷ് ഗുപ്തയെ CBI ഡയറക്ടറാവാനുള്ള ചാൻസിൽ നിന്ന് പോലും തട്ടിത്തെറിപ്പിക്കാൻ ശ്രമിച്ച ആളാണ് പിണറായി വിജയൻ. പിണറായിയുടെ അഴിമതിക്കെതിരെ അദ്ദേഹം ശബ്ദിച്ചതാണ് പ്രശ്നം. പിണറായി സർക്കാരിൻ്റെ കാലത്തെ അഴിമതികളെക്കുറിച്ച് ആത്മാർത്ഥമായി അന്വേഷണം നടത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ അടിയന്തരമായി യോഗേഷ് ഗുപ്തയെ ചുമതലയേൽപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതിനിടയിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു ഞെട്ടിക്കുന്ന നീക്കമുണ്ട്. രാജമാണിക്യം എന്ന താരതമ്യേന ജൂനിയറായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആവുന്നു എന്നതാണ് ആ വാർത്ത. രാജമാണിക്യം തന്നെയാണ് തൻ്റെ സുഹൃത്ത് സദസ്സുകളിൽ താനായിരിക്കും മുഖ്യമന്ത്രിയുടെ നടത്തിപ്പുകാരൻ എന്ന് പറയുന്നത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപ് തന്നെ വി.ഡി. സതീശൻ്റെ പേരിൽ പിരിവ് നടത്തുന്നു എന്ന ആരോപണം നേരിടുന്ന പേഴ്സണൽ സ്റ്റാഫിൽ ഒരാളായ നവാസ് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ് രാജമാണിക്യം പലരോടും പറയുന്നത്. രാജമാണിക്യത്തെ ആ സുപ്രധാന പദവിയിലേക്ക് നിയോഗിച്ചാൽ തീർച്ചയായും അത് വലിയ പ്രതിസന്ധിക്ക് കാരണമാകും. പിണറായി ഭരണകാലത്ത് പമ്മിയിരുന്ന് കാര്യസാധ്യം ഭംഗിയായി നേടിയെടുത്ത ആളാണ് രാജമാണിക്യം. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് രാജമാണിക്യത്തിൻ്റെ പരിചയക്കുറവാണ്. സെക്രട്ടറിയായി പ്രൊമോഷൻ കിട്ടിയിട്ട് 1 വർഷം മാത്രമായിട്ടുള്ളൂ. പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടില്ല. ആകപ്പാട് റവന്യൂ വകുപ്പിൽ മാത്രമാണ് സെക്രട്ടറി എന്ന നിലയിൽ പരിചയം. അതുകൊണ്ട് തന്നെ രാജമാണിക്യം എന്ന മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിക്ക് തന്നെക്കാൾ മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കാനോ കോർഡിനേറ്റ് ചെയ്യാനോ സാധിച്ചെന്ന് വരില്ല. സാർ എന്ന് വിളിച്ച് സഹായിക്കണമെന്ന് പറയാനല്ലാതെ ചെയ്യൂ എന്ന് പറയാനുള്ള ആധികാരികത നഷ്ടപ്പെടുന്നിടത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിശ്ചലമായെന്ന് വരാം. മാത്രമല്ല, UDF സർക്കാർ അന്വേഷിക്കണമെന്ന് അവർക്ക് വോട്ട് ചെയ്ത സാധാരണ മനുഷ്യർ ആഗ്രഹിക്കുന്ന മാസപ്പടി സംഭവ സമയത്തെ അതിൽ പങ്കുപറ്റിയ KSIDCയുടെ ചെയർമാനായിരുന്നു രാജമാണിക്യം. രാജമാണിക്യം ആ പദവിയിലിരിക്കുമ്പോഴാണ് കരിമണൽ കർത്തയുമായി വഴിവിട്ട ബന്ധത്തിന് പിണറായിയുടെ നിർദ്ദേശപ്രകാരം KSIDC ശ്രമിക്കുന്നത്. നാളെ അതൊരു കേസായി മുമ്പോട്ട് വന്നാൽ രാജമാണിക്യം പോലും പ്രതിയായി വരാം. റവന്യൂ സെക്രട്ടറി എന്ന പദവിയിലാണ് രാജമാണിക്യം ഇപ്പോൾ തുടരുന്നത്. പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് അനേകം പേർക്ക് ഭൂമി പതിച്ചു കൊടുത്തതിൻ്റെ പേരിൽ ആരോപണമുണ്ട്. അതിൻ്റെ പേരിൽ കോടികളുടെ അഴിമതി നടന്നതായും ഇതുമായി ബന്ധമുള്ളവർ പറയുന്നു. ഈ അഴിമതിയിൽ രാജമാണിക്യത്തിന് പങ്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും അഴിമതിയുടെ ഭാഗമായി പലർക്കും ഭൂമി പതിച്ചു കൊടുത്തതിനെക്കുറിച്ച് അന്വേഷണമുണ്ടായാൽ, ആരെങ്കിലും വിജിലൻസ് കോടതിയെ സമീപിച്ചാൽ മുഖ്യമന്ത്രി ഓഫീസിലെ പ്രധാനപ്പെട്ടയാൾ വിജിലൻസ് കേസിലെ പ്രതിയാവുന്ന സാഹചര്യം ഉണ്ടാവും. അതും പോട്ടെ, ശബരിമലയിലെ സ്വർണ്ണമോഷണം നടന്നപ്പോൾ ദേവസ്വം സെക്രട്ടറി സ്ഥാനം രാജമാണിക്യത്തിനായിരുന്നു. സ്വർണം തമിഴ്നാട്ടിലേക്ക് കടത്തി എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം സംശയിക്കുന്നത്. തമിഴ്നാട്ടുകാരനായ രാജമാണിക്യം ദേവസ്വം സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് തടിതപ്പാൻ പറ്റുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. സൗമ്യനും ശാന്തശീലനും എന്നറിയപ്പെടുന്നെങ്കിലും രാജമാണിക്യത്തിൻ്റെ ട്രാക്ക് റെക്കോർഡിനെക്കുറിച്ച് സിവിൽ സർവീസിൽ അത്ര നല്ല മതിപ്പില്ല. രാജമാണിക്യം കളക്ടറായിരിക്കുമ്പോഴാണ് കൊച്ചി മെട്രോയ്ക്ക് സ്ഥലമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റാർക്കും കൊടുക്കാത്ത വിധത്തിൽ അമിതമായ നിരക്കിൽ ശീമാട്ടിക്ക് നഷ്ടപരിഹാരം കൊടുത്തത്. സെന്റിന് 80 ലക്ഷം രൂപ വീതം 32 സെന്റിന് ശീമാട്ടിക്ക് തുക അനുവദിച്ചത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ്
പരാതി ഉണ്ടായിരുന്നു. രാജമാണിക്യത്തിന് പിണറായി വിജയനുള്ള സ്വാധീനം കൊണ്ടാവാം അതൊക്കെ ഒതുക്കി തീർക്കപ്പെട്ടത്. മാത്രമല്ല, രാജമാണിക്യം ചുമതലയേൽക്കുമ്പോൾ മാണിക്യത്തിൻ്റെ ഭാര്യയായ നിശാന്തിനിയും ഉയർന്ന പദവിയിലേക്ക് എത്തപ്പെടും. നിശാന്തിനി ഇപ്പോൾ DIG ആണ്. ഇടുക്കി SP ആയിരുന്നപ്പോൾ ഒരു ബാങ്ക് മാനേജരെ ക്രൂരമായി മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയാവുകയും ഒടുവിൽ ഹൈക്കോടതി ശക്തമായി ഇടപെടൽ നടത്തുകയും ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായപ്പോൾ 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്ത് പരാതി പിൻവലിച്ച് ഒത്തുതീർപ്പ് നടത്തുകയും ചെയ്ത ആളാണ്. ആ 25 ലക്ഷം രൂപയുടെ ഉറവിടത്തെക്കുറിച്ച് ED അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് സൂചന. ഇത്തരം ദുരൂഹമായ സാഹചര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് മുഖ്യമന്ത്രി VD സതീശൻ വേണ്ട ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ആരുടെയെങ്കിലും വാക്കുകേട്ട് എടുത്തു ചാടിയാൽ പിന്നെ അത് തിരുത്താൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. ഡോക്ടർ ജയതിലകനെ സസ്പെൻഡ് ചെയ്തോ ലീവ് എടുപ്പിച്ചോ മാറ്റി നിർത്തുക എന്നത് തന്നെയാണ് ഏറ്റവും അത്യാവശ്യം. പകരം കയറിക്കൂടാൻ വേണ്ടി ഇതുവരെ സർവീസിൽ നിന്ന് വിട്ടുനിന്ന സഞ്ജയ് കൗശിക് എന്നൊരു ഉദ്യോഗസ്ഥൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഡെപ്യൂട്ടേഷനിൽ പോയി കാലാവധി കഴിഞ്ഞിട്ടും അദ്ദേഹം തിരിച്ചു വരാത്തതുകൊണ്ട് അബ്സ്കോണ്ടിംഗ് ലിസ്റ്റിൽപ്പെട്ടയാളായിരുന്നു സഞ്ജയ് കൗശിക്. സഞ്ജയ് കൗശിക്കിനെ ഇവിടെ കൊണ്ടുവന്ന് ജയതിലകൻ്റെ പിൻഗാമിയാക്കാൻ ശ്രമിക്കുന്നത് കിഫ്ബിയിൽ കൈപൊള്ളുമെന്ന് ഭയപ്പെടുന്ന ഡോക്ടർ KM എബ്രാഹിമാണ്. പിണറായി കാലത്ത് പിണറായി സ്തുതി നടത്തുകയും അതിനുവേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുകയും ചെയ്ത പല ഉദ്യോഗസ്ഥരും പല ശുപാർശകളും സഹിതം എത്തുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് ശബരിനാഥിൻ്റെ ഭാര്യ ദിവ്യ S. അയ്യർ പിണറായിയെ പരസ്യമായി പുകഴ്ത്തുകയും പിണറായിയുടെ ഭരണമാണ് എല്ലാ ആശങ്കകളെയും മറികടന്നുകൊണ്ട് ജീവിക്കാൻ ധൈര്യം നൽകുന്നത് എന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തതാണ്. ശബരിനാഥിൻ്റെ ഭാര്യ ആയതുകൊണ്ട് അവരെ താക്കോൽ സ്ഥാനത്ത് വെച്ചാൽ ജനമെന്താഗ്രഹിച്ചു അത് നടക്കാതെ വരും. പിണറായിയുടെ പകയ്ക്കിരയായി സസ്പെൻഷനിലായിരിക്കുന്ന B. അശോകിനെയും N. പ്രശാന്തിനെയും പോലുള്ള ഉദ്യോഗസ്ഥരുടെ മേലുള്ള അച്ചടക്ക നടപടികൾ റദ്ദ് ചെയ്തുകൊണ്ട് അവരെ സർവീസിൽ കയറ്റാനും വൈകിക്കൂടാ. അത്തരം അഴിമതിരഹിതരായ കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥർ ഭരണതലപ്പത്തേക്ക് വന്നില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി ചേർന്ന് VD സതീശന് കുഴിയിൽ ചാടിക്കും. അതെ, ആ വലിയ കുഴിയുടെ അടുത്ത് കാലും നീട്ടി കാത്തിരിക്കുകയാണ് ഏതു നിമിഷവും ചാടാൻ മുഖ്യമന്ത്രി സതീശൻ.